ഇറാനും ഇസ്രായേലും ബന്ധങ്ങളൊക്കെ വഷളാകുകയാണ്, അഥവാ വളരെ സങ്കീർണമാവുകയാണ്. അതിനിടയ്ക്കാണ് അമേരിക്കൻ ട്രംപ് പുതുതായിട്ടൊരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ളത്. അഥവാ ഒരു തുരുപ്പ് ചീട്ടാണ്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകളില്ല എന്ന് ഉണ്ടാക്കി തീർക്കുകയും അതോടൊപ്പം ഇറാന് നല്ല തെറ്റുകളുണ്ടെന്നും ഭീമാത്കാരമായിട്ടുള്ള അപകടം പിടിച്ച രാജ്യമാണെന്നും വരുത്തി തീർക്കാൻ പ്രൊപ്പഗണ്ട നല്ല വർക്കൗട്ട് ആകുന്നുണ്ട്. പക്ഷേ അതിനിടെ ഇവർക്കുള്ള ആശങ്ക തീർക്കാൻ വേണ്ടിയിട്ട് ആ സൗദിക്കെതിരെ തിരിയുന്ന രംഗമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് ട്രംപ് പറയുന്നത്? അബ്രഹാം ഇടനാഴി എന്ന് പറയുന്ന വലിയ ഒരു ഉടമ്പടി അവരുമായിട്ട് ഇസ്രായേലിന് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ഇടനാഴി ഒപ്പുവെക്കുന്ന രംഗം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. 2023 അതിൻ്റെ അന്തിമമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ പൂർത്തീകരിക്കപ്പെടുകയും അതിൻ്റെ പിന്നാലെ നമുക്കിനി നമ്മളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഹമാസ് യുദ്ധത്തിന് തയ്യാറാവുകയും തൂഫാൻ 2 എന്ന പ്രഖ്യാപനം നടത്തി ഇസ്രായേലിൽ പോയിട്ട് ആ അതിർത്തി ഭേദിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്തത്. 1947 മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് ഒരു പുതിയ മുഖം ചാർത്തി കൊടുക്കലായിരുന്നു 2023 ഒക്ടോബർ 7 പക്ഷേ അതിനെ ആ ചരിത്രം അറിയാത്ത ആളുകൾ പറയുന്നത് 2023 പോയി ചൊറിഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് ഇസ്രായേൽ ഈ അപകടത്തിൽ രാജ്യത്തെ പെടുത്തിയത്. സത്യത്തിൽ അതിന് മുമ്പുള്ള ചരിത്രം ഒന്ന് വായിക്കണം. വിഷയത്തിലേക്ക് പോകാം. അബ്രഹാം ഇടനാഴി സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എല്ലാ ഓയിൽ സമ്പത്തുകളെയും വളരെ സിമ്പിളായിട്ട് ഇസ്രായേലിലേക്ക് എത്തിക്കാനും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അമേരിക്കയുടെ തലയാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ അന്തംകമ്മികളെന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു രാജ്യമാണല്ലോ. ആ രാജ്യത്തിന് അഥവാ സൗദി അതിന് എല്ലാ അർത്ഥത്തിലും മോളിക്കൊടുത്തു, അഥവാ അനുധാവനം ചെയ്തു കൊടുത്തു, അതിനങ്ങ് അടിമപ്പെട്ടു കൊടുത്തു. നിങ്ങൾ എന്താ ചെയ്താന്ന് ചെയ്തോളൂ, അബ്രഹാനാണ് അബ്രഹാൻ, ഇനി അതിൻ്റെ അപ്പുറത്ത് ഏതോണോ അതൊക്കെ നമ്മുടെ രാജ്യത്ത് കൂടെ കൊണ്ടുപോകാനുള്ള എല്ലാ ഇടനാഴിയും ഞങ്ങൾ തുറന്നു തരാമെന്ന് പറഞ്ഞപ്പം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള റിസൾട്ട് ഇസ്രായേൽ പെടുന്നനെ വലിയ ഒരു രാജ്യമായിട്ട്, വലിയ ഒരു സാമ്പത്തിക ആസ്തി പ്രാപിക്കുന്ന രാജ്യമായിട്ട് വളരാൻ ഈ ഇടനാഴി കൊണ്ടാകുമായിരുന്നു. പക്ഷേ അതിനിടയിൽ കയറി വളരെ വലിയ തന്ത്രപരമായിട്ട് ഹമാസ് ഇടപെട്ടതുകൊണ്ട് അതവിടെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ ഈ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പം ഈ ട്രംപ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ അബ്രഹാം ഇടനാഴിയെ പൊടിതട്ടി കൊണ്ടുവന്നിട്ട് അതൊന്ന് സമയബന്ധിതമായിട്ട് തീർക്കണം, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. മീൻസ് നിങ്ങളുമായി ഇപ്പോൾ പോകുന്ന രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ ഇറാൻ്റെ ഒരു വാക്ക് പോലും പറയാതെ അബ്രഹാം ഇടനാഴിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ഏത് ആൾക്കും മനസ്സിലാകും ഇറാൻ്റെ ഭാഗത്തേക്കെങ്ങാനും ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതും ഇല്ലാതെയാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ്. കാരണം സൗദിയെ സംബന്ധിച്ചിടത്തോളം ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ഇന്നും ഉറപ്പില്ല. ആരുടെ ഭാഗത്ത് നിന്നാൽ ആ സുരക്ഷിതത്വം കിട്ടുക എന്നുള്ളത് തീർത്തും അവർക്ക് കൺഫേം ചെയ്ത് പറയാനോ തീരുമാനമെടുക്കാനോ ഡിസിഷൻ മേക്ക് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് യുദ്ധം മുന്നോട്ട് പോവുകയും ഇറാൻ മേൽക്കോയ്മ മേൽക്കോയ്മ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് ഒന്നാകെ ഇറാൻ്റെ കൂടെ നിൽക്കും. അത് അമേരിക്കയ്ക്കും ഇസ്രായേലും വലിയ രൂപത്തിൽ അടിയാകുമെന്നുള്ളത് ഇപ്പോൾ കാലക്കൂട്ടി കണക്കൂട്ടിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ അബ്രഹാം ഇടനാഴി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല അത് സമയബന്ധിതമായിട്ട് തീർക്കണമെന്നും പറയുന്നുണ്ട്. പെടുന്നനെ ആ പ്രൊജക്റ്റുമായിട്ട് വർക്ക് തുടങ്ങണം. അത് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ബന്ധങ്ങളിൽ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. അഥവാ നിയോം സിറ്റി, ജിദ്ദ ടവർ, ബന്ധപ്പെട്ട 2030 വിഷൻ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇത് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ യുദ്ധങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്, സമയം താമസിക്കും എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഇടനാഴിയൊക്കെ വന്നിട്ട് ആ യുദ്ധം തുടങ്ങുന്നതെങ്കിൽ കുറേയും കൂടി കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ ആ ഒരു ചർച്ച അത്ര കണ്ട് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ പുറകിലായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ട്, നമുക്ക് ഓർമ്മയുണ്ട് ഈ ജൂൺ 25 മുമ്പ് ഇറാൻ അമേരിക്കയിൽ വെച്ചിട്ടൊരു 3ാം സന്ധി സംഭാഷണം നടക്കേണ്ടത് തലേ ദിവസമാണ് ഇവർ കൊണ്ടുപോയിട്ട് അറ്റാക്ക് ചെയ്തത്. അതുപോലെ ഈ അബ്രഹാം ഇടനാഴിയായിട്ട് വലിയ രൂപത്തിൽ കെട്ടിപ്പണഞ്ഞിരിക്കുന്ന ഒരു സംസാരത്തിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുപോകുമ്പം ഇറാനും ആ ഭാഗത്തേക്ക് ഒരു പക്ഷേ വന്നേക്കാം. രണ്ടാമത്തൊരു പോയിൻറ്റ്സ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ പെടുന്നനെ പോയിട്ട് അവിടെ ആക്രമണം നടത്താം, ഞങ്ങളൊന്നും അറിയില്ലേ എന്നുള്ള രീതിക്ക് അന്ന് ട്രംപ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊന്നും അറിയില്ല, അത് ഇസ്രായേലിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തത് എന്നിന്നും പറയാൻ പറ്റുന്ന ചൂടോട് കൂടിയിട്ടുള്ള ഒരു വിഷയത്തിന് തിരികൊടുത്തിരിക്കുകയാണ് അബ്രഹാം
അബ്രഹാം ഇടനാഴി എന്ന് പറയുന്ന പഴയ കാലത്ത് ഒപ്പിട്ട് വെച്ചിരിക്കുന്ന പഴയ പദ്ധതി പുതിയ രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സൗദിയെ പ്രതിരോധത്തിലാക്കുകയാണ്. സത്യത്തിൽ സൗദി ആരുടെ ഭാഗത്ത് നിൽക്കും? എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സൗദി ഇറാൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് അവരുടെ അടിയാധാരവും കുടിക്കടവൊക്കെ പകർത്തി കൊടുത്തിട്ടുള്ളത്. തീർത്തും അവരുടെ ആരാംകോ എന്ന് പറയുന്ന എണ്ണ കമ്പനിയുടെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാൻ പറ്റും ആരാണ് അവിടെ എണ്ണ ഖനനം നടത്തുന്നത്, അതിൻ്റെ അധിക ലാഭമെടുക്കുന്നത് ആരാണ്, ആർക്ക് വേണ്ടിയിട്ട് ഈ തൊഴിലൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ വിഷയം ഇവിടെ പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ആരാംകോയുടെ കമ്പനിയുടെ കുറിച്ചൊക്കെ പഠിച്ച മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇത്രമേൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ സൗദി എന്ന് തോന്നിപ്പോവും. സൗദി കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ സ്റ്റാറ്റസ്, അവരുടെ ഒരു പ്രൊഫൈൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ സൗദിക്ക് നിൽക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇറാൻ ചുടിക്കും, അഥവാ ഇറാൻ്റെ പ്രതിരോധം ഉണ്ടാകും. ഇറാൻ പ്രതിരോധിക്കുമ്പം അമേരിക്ക തടുക്കുമെന്ന ഒരൊറ്റ ബലത്തിലാണ് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്. അതിനൊന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അമേരിക്കയുടെ ഒരു ബേസ്മെൻറ്റ്, സൈനിക ബേസ്മെൻറ്റ് സൗദിയിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ പോലും അമേരിക്ക നോക്കിക്കോളും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സത്യം നമുക്ക് തോന്നുന്നത് ഈ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ മൂർധന്യത്തിലെത്തുമ്പോൾ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇറാൻ മിഡിൽ ഈസ്റ്റ് യുദ്ധമാക്കി മാറ്റിയേക്കാം. അവിടെ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തിയെടുത്തിട്ട് അവിടെ ഒരു ദൈവദൂതനായി വന്നിട്ട് സമാധാനപ്രിയനായിട്ട് വന്നിട്ട് പുതിയ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ ട്രംപ് മെനയുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. കാരണം പുതിയ കാര്യങ്ങളൊക്കെ ചർച്ചക്കിടുന്നു. ട്രംപിൻ്റെ ഔദ്യോഗികമായ റിപ്പോർട്ട് പറയുന്നു നമ്മുടെ ഒരു അബ്രഹാം ഉടമ്പടി അഥവാ അബ്രഹാം ഇടനാഴി പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് തീർക്കേണ്ടതുണ്ട്, അതിലൊരു കോംപ്രമൈസിന് ഞങ്ങളില്ല. ഇതൊക്കെ ഒരു കുറുക്കൻ്റെ കൗശലമാണ്. ഇസ്രായേലിനെ കൊണ്ട് ഇറാൻ ആക്രമിപ്പിക്കുക, ഇറാൻ തീർത്തും അവർക്കെതിരെ നിൽക്കുമ്പം വീണ്ടും ഇവിടുന്നൊരു ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ സൗദിയിൽ നിന്ന് വിടുക. ഉടനെ തന്നെ ഇറാൻ എന്ത് ചെയ്യുന്നു? സൗദി ആക്രമിക്കുന്നു. ഫുള്ള് പ്രശ്നങ്ങളായി വരുമ്പം അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഞങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഇപ്പോഴുള്ള ഭരണത്തിൻ്റെ മുകളിലൊരു ഭരണം സ്ഥാപിച്ചുകൊണ്ട് സൂപ്പർ പവർ അമേരിക്ക ആകാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഈ ഒരു വാർത്ത കാണുമ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അല്ലാതെ അബ്രഹാം ഇടനാഴിയെക്കുറിച്ചൊന്നും ഈ അടുത്ത കാലത്തൊന്നും ചർച്ച വന്നിട്ടില്ലായിരുന്നു. രണ്ട് കാര്യം: ഒന്ന്, വടക്കാക്കി തനിക്കാക്കുക; രണ്ട്, ഉറപ്പ് വരുത്തുക. എന്താ ഉറപ്പ് വരുത്തുന്നത്? അമേരിക്കയുടെ കൂടെ എപ്പോഴും ഈ സൗദി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിടലാണ്. രണ്ടാമത്, ഈ സൗദിയിൽ നിന്ന് ഒരു മിസൈൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കുമെന്നാണല്ലോ പറയുന്നത്. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഒരു മിസൈൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ പണ്ടേ ഓങ്ങി നിൽക്കുന്ന രാജ്യമായ സൗദിക്ക് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യും. അവിടെ ആ ഒരു ഭരണകൂടം തകരാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പം അവിടെ വന്നിട്ട് ഒരു സുപ്രീം പവറായിട്ട് അമേരിക്ക അവതരിക്കുകയും അവിടുത്തെ ഭരണം ഇപ്പോൾ ഉള്ള ആളുകൾക്ക് തന്നെ കിട്ടുമെങ്കിൽ പോലും അതൊരു പാവ സർക്കാരായിട്ട് ഇപ്പോൾ തന്നെ പാവ സർക്കാരാണെന്ന് തോന്നുന്നു. ഇനി അതിലേക്കാളുപരി അടിമ സർക്കാരായി മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടുകളാണുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. എൻ്റെതായ വീക്ഷണം കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ തോന്നിയതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എന്താണെങ്കിലും അബ്രഹാം ഇടനാഴി ഇപ്പോഴെങ്കിലും ഒരിക്കലും നടക്കാത്ത സ്വപ്ന സാക്ഷാത്കാരം ഒരിക്കലും നടക്കാതെ പോകട്ടെ എന്ന് ആശംസിക്കാം. കാരണം അതിലൊരുപാട് പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്തുകൂടി കീറി മുറിക്കുന്ന ഒരു പാതയാണ്. കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ. എല്ലാവർക്കും